ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതെന്താണെന്നറിയോ? ചക്കയുടെ കൂഞ്ഞി, അല്ലെങ്കിൽ എന്താ പറയാ, ചക്ക മടല്. അത് ഇന്ന് ചക്ക വെട്ടി വേവിച്ച് കഴിഞ്ഞപ്പം ആ കൂഞ്ഞി ഇങ്ങ് എടുത്താണേ. ഇത് ചക്കക്കുരുവും കൂടെ ഇട്ടിട്ട് നമുക്കൊരു തോരൻ വെക്കാം. ഇത് ലീലേച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ ആദ്യം ചക്ക വേവിക്കും രാവിലെ, അത് കഴിഞ്ഞിട്ട് പഞ്ഞകാലമൊക്കെ അല്ലേ, അപ്പൊ വൈകുന്നേരം ചക്കയുടെ കൂഞ്ഞി കൊത്തി എരിഞ്ഞ് ഒന്ന് വറവിട്ട് തോരൻ വെച്ച് കഴിക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന്. നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഇത് ഒന്ന് കൊത്തി അരിഞ്ഞ് എടുക്കണം. അതുപോലെ തന്നെ ചക്കക്കുരുവും ചെറുതാക്കി അരിഞ്ഞെടുക്കണേ. അങ്ങനെ ഒന്ന് എടുത്തിട്ട് ഉണ്ടാക്കി നോക്കാം. വായോ. നമ്മുടെ ചക്കയുടെ കൂഞ്ഞി ചെറുതാക്കി അരിഞ്ഞു വെച്ചു. അതാണ്ട് ചക്കക്കുരുവും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് അതൊരു കുക്കറിനകത്തോട്ട് ഇടുവാണേ. ഇതിലേക്ക് നമ്മുടെ ചക്കക്കൂഞ്ഞി, 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണ്, ഒരു 2 പച്ചമുളക് മുറിച്ചിട്ട്, ഒരു 2 കറിവേപ്പില, കുറച്ച് ഉപ്പ്, വേണമെങ്കിൽ ഇനിയും ചേർക്കാം, ഇപ്പൊ ഇത്രയും മതി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം. ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തു, കുക്കർ അടച്ച് 2 വിസില്. ഓരോ കുക്കറിനും ഓരോ ഇതുണ്ടാവും. ഇതിന് 2 വിസിൽ മതിയേ. അപ്പൊ നമുക്ക് നോക്കാം. ആണ്ട് വെന്ത് വരട്ടെ. നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കണ്ടേ. 2 വിസിലടിച്ചു. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. നോക്കി, ചക്കക്കൂനിയും ചക്കക്കുരുവും ഒക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊരു കടുക് വറ. തേങ്ങ ഒന്നും ചേർക്കത്തില്ല, ഒരു കടുക് വറയും കൂടി ഉള്ളൂ കേട്ടോ. ഇതാ ഒരു പാത്രം അടുപ്പ് വെച്ചു. ചട്ടി ചൂടായപ്പോഴേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, ഈ കറിക്കൊക്കെ അങ്ങനെ നിർബന്ധ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇച്ചിരി ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ, ഒരു ടേസ്റ്റിനാ. ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് ഇനി നമ്മുടെ വറവിലേക്ക് ഇതങ്ങ് തട്ടി കൊടുക്കാവേ. ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഒരു പിഞ്ചുപ്പും കൂടെ ചേർക്കാം. ഒരു ലേശം ജലാംശം ഉള്ളത് അതൊന്ന് വറ്റിക്കോട്ടെ. നമ്മുടെ ചക്കമടലും ചക്കക്കുരുവും കൂടെ ഉള്ള ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ദാ അങ്ങനെ നമ്മുടെ ഒരു ചക്കക്കൂഞ്ഞിയും അതുപോലെ ചക്കക്കുരുവും കൂടെ ഉള്ള തോരൻ റെഡിയായേ. അപ്പൊ എല്ലാവരും വിചാരിക്കും ഇനി ചക്കക്കാലമായി, ഇനി ചക്കയുടെ സാധനങ്ങൾ മാത്രമായിരിക്കും അതല്ലേ. അങ്ങനെയല്ല, ഇതൊക്കെ നല്ല സാധനങ്ങളാണ്, നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങള്, വിഷം അടിക്കാത്ത സാധനം. അപ്പൊ ഇതൊക്കെ തിന്നാത്തവരൊക്കെ ഇതൊക്കെ തിന്ന് പഠിക്കണം, നമ്മുടെ ആരോഗ്യം ഇനി സംരക്ഷിക്കണമെങ്കിൽ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് വെറുതെയും കഴിക്കാം കേട്ടോ. തോരന് ഇങ്ങനെ ചോറിൻ്റെ കൂടെ അല്ല, വെറുതെയും തിന്നാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ബൈ.